الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഷഹ്റുള്ള, അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസം എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളതും ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതയാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയാണ്: അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല
قال النبي صلى الله عليه وسلم أفضل الصيام بعد شهر رمضان صيام شهر الله المحرم. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറത്തെ സൂചിപ്പിച്ചത് ഷഹ്രില്ലാഹിൽ മുഹറം എന്ന്, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന്. അപ്പൊ അള്ളാഹുവിൻ്റെ മാസത്തോട് അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചേർത്ത് പറയുമ്പോൾ ആ മാസത്തിന് പ്രത്യേകതയുണ്ട്, ആദരവുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചില പ്രയോഗങ്ങൾ കാണാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ബൈത്തുള്ള എന്ന് പറഞ്ഞപ്പോൾ, ബൈത്തുള്ള അള്ളാഹുവിൻ്റെ കഅബക്ക് ഉള്ള മറ്റൊരു പേരാണ് ബൈത്തുള്ള. നമ്മൾ സാധാരണ നമ്മുടെ മസ്ജിദുകൾക്കൊക്കെ ബൈത്തുള്ള എന്ന് പറയാറുണ്ട്. അപ്പൊ അള്ളാഹുവിൻ്റെ ഭവനമെന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു താമസിക്കുന്ന വീടെന്നല്ല അർത്ഥം, മറിച്ച് അത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകമായ ആദരവ് നൽകപ്പെടേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് ആ പദപ്രയോഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് മുഹറം മാസത്തെ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ മാസത്തിന് പ്രത്യേകതയുണ്ട്. റമദാൻ കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ മുഹറം എന്ന് പറയുന്ന മാസം. അള്ളാഹു ചില മാസങ്ങൾക്ക്, ചില സ്ഥലങ്ങൾക്ക്, ചില സമയത്തിന് ഒക്കെ പ്രാധാന്യവും പ്രത്യേകതകളും ഒക്കെ കൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് പ്രത്യേകമായ കൂലിയും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം മാസങ്ങളെ നാം കണക്ക് കൂട്ടി നാം അത് എന്ത് ചെയ്യുക, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മാസത്തെ നാം ആദരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. അങ്ങനെ ആ ആയത്ത് തുടർന്ന് പോവുകയാണ്. അല്ലെ, പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു പറയുകയാണ്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. എപ്പോൾ? ഫീ കിതാബില്ലാഹി, അള്ളാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അന്നു മുതൽ. അള്ളാഹു എന്നാണോ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അന്നു മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. അതിലൊരു മാറ്റവുമില്ല, മാറ്റാൻ പറ്റുകയുമില്ല, ആർക്കും സാധിക്കുക. അപ്പൊ ഒരു ദൃഷ്ടാന്തമാണ് അത്. മനുഷ്യന് ആ ഒരു കണക്കാണ് അന്നു മുതൽ ഇന്നുവരെയും, ഇനി നാളെയും. നമ്മളെല്ലാം മരിച്ചുപോയാലും വരുന്ന തലമുറകളൊക്കെ ഈ 12 തന്നെയായിരിക്കും. ഒരു മാറ്റവും അതിലെത്ര വലിയ ഗവേഷണം കണ്ടുപിടിച്ചാലും വലിയ ശാസ്ത്രജ്ഞനാണ്, ഗോളശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അങ്ങനെ ചില അടയാളപ്പെടുത്തലുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, റബ്ബിനെ അറിയാൻ നമുക്ക് സാധിക്കേണ്ടത്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. എന്നിട്ട് അള്ളാഹു പറഞ്ഞതോ, മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസമാണ്. അതിൽ 4 പവിത്രമായ മാസമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത മതം. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകമായി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. ആ 4 മാസങ്ങളിൽ പ്രത്യേകിച്ചു നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത്, തെറ്റുകൾ ചെയ്യാതെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ 4 മാസങ്ങൾ ഏതാണ് എന്ന് ഖുർആനിൽ കാണുക സാധ്യമല്ല. ഖുർആനിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് പറഞ്ഞതല്ലാതെ അതേത് മാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി പറഞ്ഞു തരികയാണ്.
പ്രവാചകൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ, ആ ഹദീസിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊണ്ട് പിന്നെ പറയുന്നത് സലാസും മുതവാലിയാത്തുൻ ദുൽഖഅദ വദുൽഹിജ്ജ വൽമുഹറമ വറജബ മുളറല്ലദീ ബൈന ജുമാദ വശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കണം. ഏതാണ് ആ മാസങ്ങളെന്ന് കൃത്യമായിട്ട്. സലാസും മുതവാലിയാത്തുൻ, മൂന്നെണ്ണം തുടർച്ചയായി കൊണ്ടുവരുന്ന മാസമാണ്, തുടർച്ചയായി വരുന്ന മാസമാണ്. ഏതാണ്? ദുൽഖഅദ വദുൽഹിജ്ജ വൽമുഹറം. ദുൽഖഅദും ദുൽഹജ്ജും മുഹറമുമാണത്. ആ നാലെണ്ണത്തിൽ 3 എന്ന് പറയുന്നത് ഈ 3 മാസങ്ങളാണ്. വറജബ മുളറല്ലദീ ബൈന ജുമാദ വശഅബാൻ. പിന്നീട് നബി പറഞ്ഞാണ് വറജബ, പിന്നെ റജബാണ്. മുളറുകാരുടെ റജബാണ്. അല്ലദീ ബൈന ജുമാദ വശഅബാൻ, ശഅബാനിന്റെയും ജുമാദയുടെയും ഇടയിലുള്ള റജബാണ്, മുളറുകാരുടെ റജബാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മുളറുകാരുടെ റജബ് എന്ന് പറയാൻ കാരണം എന്താണ്? 4ാമത്തെ മാസമായി കൊണ്ട് അത് ഏത് മാസമാണ്, റജബാണോ റമളാനാണോ എന്ന് ഈ മുളറുകാരും റബിയ ഗോത്രക്കാരും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. റബിയ ഗോത്രം പറഞ്ഞത് റമളാനാണ് എന്നാണ്, മുളറുകാർ പറഞ്ഞത് അത് റജബാണ് എന്ന്. അതിനെ ശരിവെച്ചുകൊണ്ട് ഏതാണ് എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വറജബ മുളറല്ലദീ ബൈന ജുമാദ വശഅബാൻ, അത് മുളറുകാരുടെ റജബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം എടുത്തു പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഈ 4 മാസങ്ങൾ, ആ 4 മാസത്തിലെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ മുഹറം മാസം എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമായ മാസമാണ്, പവിത്രമായ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക, ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും ബാധ്യതയാണ്, കടമയാണ്, നിർബന്ധമാണ്. അല്ലാഹു ഏതെങ്കിലും ഒന്നിനെ ആദരിച്ചിട്ടുണ്ടോ? അതിനെ ആദരിക്കുക എന്നത്, ബഹുമാനിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതിനെ ലംഘിക്കാൻ പാടില്ല, അതിനെതിര് പ്രവർത്തിക്കാൻ പാടില്ല. അല്ലാഹു ഒരു സ്ഥലത്തിനോ ഒരു വസ്തുവിനോ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ ഗൗരവം കാണിക്കുക, അതിനെ ബഹുമാനിക്കുക എന്നത് പ്രത്യേകം നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ആയത്തിലൂടെ തന്നെ അല്ലാഹു നമ്മളോട് അത് പറഞ്ഞു തരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ ശാഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുഹില്ലൂ, നിങ്ങൾ അനാദരിക്കരുത്, നിങ്ങൾ ആദരവ് കേട് കാണിക്കരുത്. ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ, അല്ലാഹു പറഞ്ഞു വച്ചിട്ടുള്ള ഓരോരോ മതചിഹ്നങ്ങളും അതിനെ നിങ്ങൾ അനാദരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് വലശ്ശഹ്റൽ ഹറാം, ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് ഈ പവിത്രമായ മാസങ്ങളെയും ഈ പവിത്രമായ മാസത്തെയും നിങ്ങൾ അനാദരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുകയാണ് വമൻ യുഅള്ളിം ശാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് തഖ്വയുടെ ഭാഗമാണ്. വമൻ യുഅള്ളിം ശാഇറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ സൂക്ഷ്മതയുടെ ഭാഗമാണ്, തഖ്വയിൽ നിന്നുണ്ടാകുന്നതാണ്, ഹൃദയത്തിലെ തഖ്വയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഈ അല്ലാഹു ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക, അതൊക്കെ ഭക്തിയുടെയും സൂക്ഷ്മതയുടെയും ഒക്കെ ഭാഗമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് മറ്റു മാസങ്ങളുണ്ടല്ലോ, ആ മാസങ്ങളെക്കാൾ
കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും അവ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസി ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കേണ്ടത്, ഒന്നാമതായി ചെയ്യേണ്ടത്. ഈ സത്യവിശ്വാസി എന്ത് ചെയ്യുക? ഈ അള്ളാഹു വിലക്കിയിട്ടുള്ള സംഗതികൾ ഏതൊക്കെ ഉണ്ടോ? ചില ആളുകളൊക്കെ റമദാൻ വലിയ സൂക്ഷ്മതയും കാര്യവും ഒക്കെ കാണിക്കും. റമദാനിൽ പുലർത്തുന്ന സൂക്ഷ്മതയും ഒന്നും മറ്റു മാസങ്ങളിലൊക്കെ കാണാറില്ല. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ എന്തോ ആകാം എന്നൊരു ഇത് എല്ലാവർക്കും ഉണ്ട്. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. സത്യവിശ്വാസി എപ്പോഴും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്. അവൻ്റെ കൽപ്പനകൾ ഏതു സന്ദർഭത്തിലും എപ്പോഴും ഏതു സമയത്തും ഒരു സത്യവിശ്വാസി അവൻ പാലിക്കൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യം. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൂക്ഷ്മത ഇല്ല. ആ ഒരു ഇത് പോവുകയാണ്, അവനിൽ നിന്നും അകന്നു പോവുകയാണ്. നമ്മൾ എന്തെല്ലാം റമദാനിൽ കേൾക്കുന്നു, നിങ്ങൾ തഖ്വ നിലനിർത്തണേ, സൂക്ഷിക്കണേ എന്ന്. അതൊക്കെ നമ്മൾ ആ റമദാനിൽ കേൾക്കാറുണ്ട്. ഇത് നിലനിർത്തണേ. എന്നിട്ട് നമ്മളൊരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ, എൻ്റെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മളെന്ത്, കുറച്ച് ആളുകൾ സ്ഥിരം ഉണ്ടായിരുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവരുടെ പാട്ടിന് പോവുകയാണ്. പിന്നെ അവരുടെ ഇഷ്ടമാണ്, പിന്നെ അവരുടെ തോന്നിയ മാതിരിയുള്ള കാര്യങ്ങളാണ്. നിസ്കാരം സമയത്ത് നിർവഹിച്ചു കൊണ്ടിരുന്നവർ അതിൽ അലഭാവം കാണിക്കുകയാണ്. അത് റമദാൻ അല്ലല്ലോ, ഇനിയിപ്പോൾ അതിൽ റമദാൻ കഴിഞ്ഞല്ലോ, കുറേ നേടിയല്ലോ, അതൊക്കെ കയ്യിൽ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ധാരണയാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഒരു വിധത്തിലുള്ള തെറ്റുകളും സംഭവിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. യുദ്ധമോ പരസ്പരം പോരടിക്കലുമെല്ലാം അള്ളാഹു ഈ മാസങ്ങളിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അത് പാടില്ലാത്തതാണ്. യുദ്ധം ചെയ്യാൻ പാടില്ല. അതേപോലെ പരസ്പര വഴക്ക് വക്കാണം, അതുപോലുള്ളതിലൊന്നും ഏർപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലു ഫീഹി കബീർ. യസ്അലൂനക അനിശ് ശഹ്രിൽ ഹറാമി ഖിതാലിൻ ഫീഹി, പവിത്രമായ ഈ വിലക്കപ്പെട്ട ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു നബിയെ. ഫഖുൽ, നീ പറയുക, ഖിതാലു ഫീഹി കബീർ, ആ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് വളരെ കബീറായ കാര്യമാണ്, വളരെ ഗൗരവമുള്ള വമ്പിച്ച അപരാധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുക. ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട്, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, നമ്മൾ ഓതി വെച്ച ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട്, ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും എന്ന് പറഞ്ഞല്ല, നിങ്ങളോട് തന്നെ ഈ സമയത്ത് നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞല്ലോ. അതിനെ സംബന്ധിച്ച് ഖാല ഇമാം ഖതാദ റഹിമഹുല്ല പറയുകയാണ്. അദ്ദേഹം പറയാൻ, ഇന്നൽ ഉൽമ ഫിൽ അശ്ഹുരിൽ ഹറാമി അഅലമു ഖതീഅതൻ വബിസ്റാ മിനൽ ഉൽമി ഫീമാ സിവാഹാ വഇൻ കാന ഉൽമു അലാ കുല്ലി ഹാലിൻ അദീമാ. ഇമാം ഖതാദ റഹിമഹുല്ല പറയുകയാണ്, തിന്മകൾ ചെയ്യുക, അക്രമം ചെയ്യുക, അക്രമം പ്രവർത്തിക്കുക എന്നത് എക്കാലത്തും ഗൗരവമുള്ള കാര്യമാണെങ്കിലും അള്ളാഹു വിലക്കിയ, പവിത്രമാക്കിയ ഈ 4 മാസങ്ങളിൽ തിന്മ ചെയ്യുക എന്നത് അവയല്ലാത്ത മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നതുമായ കാര്യമാണ്. തഫ്സീർ ഇബ്നു കസീർ. അപ്പൊ അള്ളാഹു സാധാരണ എന്താണ്? അക്രമം പ്രവർത്തിക്കുക, പിന്നെ അതേപോലെ തിന്മകൾ ചെയ്യുക എന്നത് എക്കാലത്തും വിലക്കപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകിച്ചും ഈ മാസങ്ങളിലാകുമ്പോൾ കുറച്ചുകൂടി വളരെ കൂടുതൽ വലിയ തെറ്റും അപരാധവും
ശിക്ഷ ലഭിക്കുന്നതുമായ കാര്യമാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ മാസത്തിൽ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇത് മുഹറം മാസമാണ്, പവിത്രമായ മാസമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക. അത്തരം കാര്യങ്ങളിൽ, കുറ്റങ്ങളിലൊക്കെ അകപ്പെടാതെ മാറി നിൽക്കുക എന്ന് ബോധപൂർവം മാറി നിൽക്കുക, അറിഞ്ഞുകൊണ്ട് മാറി നിൽക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കൂടാതെ നന്മകൾ ചെയ്യാൻ മുന്നോട്ട് വരികയും വേണം ഈ മാസത്തിൽ. അതായത് അതോ വാജിബും സുന്നത്തുമായ കർമ്മങ്ങൾ അതൊക്കെ അനുഷ്ഠിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം. നമ്മളിപ്പോൾ റമദാനിലൊക്കെ കാണിക്കുന്ന സജീവത അത്രയും ഇല്ലെങ്കിലും അതിൻ്റെയൊക്കെ കുറച്ചെങ്കിലും ഈ മാസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കാഴ്ചവെക്കുക, നമ്മൾ പ്രവർത്തിക്കുക. റമദാനിൻ്റെ അത്രയും ഇല്ലെങ്കിലും റമദാൻ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ആവേശവും ഉത്സാഹവും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അത്രയും നമുക്കില്ലെങ്കിലും കുറച്ചെങ്കിലും അതിനോടൊപ്പം എത്തത്തക്ക നിലയിൽ, അതിൻ്റെ അടുത്തു വരുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുക? ഈ നല്ല കാര്യങ്ങൾ, ഈ സുന്നത്തായ കാര്യങ്ങൾ, വാജിബായ കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധയോടും കൃത്യതയോടും കണിശതയോടും കൂടി നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറാവണം. വെറുതെ വിട്ടുകളയരുത്. ഈ മാസത്തെ വെറുതെ മുഹറം മാസത്തെ അമുഹറമല്ലേ എന്നും പറഞ്ഞു ഉപേക്ഷിക്കരുത്. മറിച്ച് ഈ പറയപ്പെട്ട നന്മകൾ ഒക്കെ ചെയ്യുവാൻ, നന്മകൾ പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരണം. എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്തിനാ? അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവെന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ആ കൃഷി എന്ന് പറയുന്നത് ഏതാണ് കൃഷി? അത് ഈ സൽക്കർമ്മങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് പരലോകത്തേക്കുള്ള കൃഷിയായിട്ട് മാറുന്നത്. അവിടെയാണ് നമ്മൾ വിളവെടുക്കുന്നത്. നമ്മൾ ചെയ്ത കൃഷികൾ വിളവെടുക്കുന്ന ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. അപ്പൊ അവിടെ നമുക്ക് രക്ഷ കിട്ടാൻ അതിനു വേണ്ടിയാണ്. അപ്പോൾ സൽക്കർമ്മങ്ങളിൽ നമ്മൾ മുന്നോട്ട് വരണം. ഈ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നത് കേട്ടോ, അൽ അമലു സ്വാലിഹു അഅ്ലമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹറാം. അൽ അമലു സ്വാലിഹ്, ഈ സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അഅ്ലമു അജ്റൻ, വളരെ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. പ്രത്യേക ഫിൽ അശ്ഹുരിൽ ഹറാം, ഈ പവിത്രമായ മാസങ്ങളിൽ ചെയ്യുന്നത്, ഈ പവിത്രമായ മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്നാണ് അദ്ദേഹം തുടർന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, എനിക്ക് പറയുവാനുള്ളത് ഇത് ഈ മാസത്തിൽ നമ്മൾ പരമാവധി, കഴിവിൻ്റെ പരമാവധി, അടുത്ത മുഹറത്തിൽ നമ്മളുണ്ടോ? ഇതൊരു പുതിയ വർഷമാണല്ലോ, ഇതൊരു പുതിയ വർഷമാണ്. പുതിയൊരു ഹിജറ കലണ്ടറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 1446 നിന്നും 1447 ഒരു വർഷം നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി. ഒരു വർഷം കഴിഞ്ഞു. ഇനി ആ വർഷത്തെ ഒരു മൈക്രോ സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. ഒരു മൈക്രോ സെക്കൻഡ്, ആ കഴിഞ്ഞുപോയ സമയത്തെ അതങ്ങ് പോകും. ആർക്കും സമയത്തെ പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല. അതങ്ങനെ പോവുകയാണ്. അതിങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ആയുസ്സിൽ എത്രയാണോ നിശ്ചയിച്ചിട്ടുള്ളത്, ഇവിടെ ജീവിക്കാനുള്ള ആയുസ് എത്രയാണോ നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ളത്, ആ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു, ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖബറുമായിട്ട് നാം ഒന്നുകൂടി അടുത്തു എന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എന്ത് ചെയ്യുക? നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഓരോ സെക്കൻഡും, ഇവിടെ ജീവിക്കുന്ന ഓരോ സമയവും നമുക്ക് വിലപിടിപ്പുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക, സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. സാബിഖു, നിങ്ങൾ മുന്നിടുവിൻ, അല്ലെ? വാശി കാണിക്കുന്നവൻ വാശി കാണിക്കട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് വാശിയോടുകൂടി ചെയ്യുക. മത്സരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സൽക്കർമ്മങ്ങൾ
നമ്മുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക. അതാണ് ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുഹറം മാസത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യം നമ്മൾ കേട്ടല്ലോ. എന്നാൽ എന്താണ് അള്ളാഹും റസൂലും മുഹറം മാസത്തെ പുണ്യമാസമെന്നും അള്ളാഹുവിന്റെ മാസമെന്നും വിശേഷിപ്പിക്കുകയും അതിനെ അനാദരിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടും മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ഈ മാസത്തെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? നഹ്സിന്റെ മാസമായിട്ടാണ്. അശുഭമായ മാസം, കൊള്ളാത്ത മാസം, നല്ലതൊന്നും ചെയ്യാൻ പറ്റാത്ത മാസം. നോക്കുക, നേരെ തിരിച്ച് അല്ലാഹുവും റസൂലും ഒരു വഴി എന്താണ് മുഹറം മാസം എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. സഹാബ കിറാമുകളൊക്കെ അത് മനസ്സിലാക്കി, പണ്ഡിതന്മാർ ഒക്കെ അത് മനസ്സിലാക്കി. ആരും തന്നെ ഈ മാസത്തെ നേരെ തിരിച്ചുള്ള ഒരു വർത്തമാനം അവരാരും പറഞ്ഞിട്ടില്ല. മറിച്ച് പുണ്യമുള്ള മാസമാണ് എന്ന, പവിത്രമായ മാസമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ചില ആളുകൾ ഇതിനെ നഹ്സിന്റെ മാസമായിട്ട് എന്താണ് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയാണ് അവർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഈ മുഹറം മാസത്തിൽ അത് ചെയ്താൽ ഇത് നാശം, ഇന്ന നാശം, മരണം, പേടിപ്പിക്കുക, മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. ആര് പറഞ്ഞു അങ്ങനെ നഹ്സാണ് എന്ന്? ഈ മുഹറം മാസത്തിൽ മുഹറം മാസത്തിൽ മാത്രമല്ല, പരിശുദ്ധമായ റമളാൻ മാസത്തെ പോലും ചില ദിവസങ്ങൾ നഹ്സിന്റെ ദിവസങ്ങളായിട്ട് എഴുതി വച്ചിരിക്കുക. പരിശുദ്ധമായ റമളാൻ ഓരോ ദിവസവും പ്രത്യേകതയുള്ള ദിനങ്ങളാണ് റമളാനിലെ ആ ദിനങ്ങൾ. ഓരോ ദിനം, ആ ദിനത്തിൽ പോലും എന്താണ് കൊള്ളാത്ത ദിനം, മോശപ്പെട്ട ദിനം എന്ന് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ. എത്രമാത്രം വിരോധാഭാസമാണ്. ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കുന്നത് മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 അങ്ങ് കഴിഞ്ഞോട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ആര് പഠിപ്പിച്ചു? അങ്ങനെ ഒരു മുഹറം 10 കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ ആരാണിത് പഠിപ്പിച്ചത്? ഇസ്ലാമിൽ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. ഇസ്ലാമിൽ ഒരു ചീത്ത ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് നല്ല ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വെള്ളിയാഴ്ച ദിവസം നല്ല ദിവസമാണ്, പക്ഷേ ഇന്ന ദിവസം മോശമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ പെരുന്നാൾ ദിവസങ്ങൾ അത് വലിയ പ്രതിഫലമുള്ള ദിവസമാണ്, ആഘോഷത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തില്ല, ഏതെങ്കിലും ഒരു ദിവസം എടുത്തു പറഞ്ഞിട്ട് മുസ്ലിമിന് അത് കൊള്ളാത്ത ദിവസമാണ് എന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും നമ്മുടെ ആളുകൾ വസ്വാസിലാണ്. മുഹറം നമ്മുടെ ഉള്ളിലുമൊക്കെ എന്താണ് അത്തരം വിശ്വാസങ്ങൾ, അത് എടുത്തു കളയണം, അതെടുത്തു മാറ്റണം. ഒരിക്കലും ഒരു മുവഹിദിന്റെ മനസ്സിൽ അത്തരം ഒരു ചിന്ത വരാൻ പാടില്ല. ഒരു അണുവിന്റെ അളവ് പോലും അത്തരം ഒരു ചിന്ത, ഒരു കടുകുമണിയോളം ചിന്ത വരാൻ പാടില്ല. ഇവിടെ അല്ലാഹ് നമ്മളെന്താ വിശ്വസിക്കുന്നത്? നമ്മുടെ ഈമാൻ എന്താണ്? അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുന്ന വിശ്വാസി. നിനക്ക് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പാടുണ്ടോ? ഇത് കൊള്ളില്ല, അത് കൊള്ളില്ല എന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? എന്ന് മാത്രമല്ല, വിശ്വാസികൾ അവർ എന്താണ് പറയുന്നത്? ഖുർആനിൽ സൂറത്തു തൗബ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായിട്ട് വിശ്വാസികളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറഞ്ഞു തരികയാണ്. കുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, ലൻ യുസീബുനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുൽ, നബിയെ പറയുക, ലൻ യുസീബുനാ, ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് കണക്കാക്കിയതെന്തോ അത് മാത്രമേ ഞങ്ങൾക്ക് സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അവൻ ഞങ്ങളുടെ സംരക്ഷകനാണ്. അല്ലാഹ് സംരക്ഷകനാണ്. പിന്നെ എന്തിനാ ആരെ പേടിക്കണം? ഏത് ചെകുത്താനെ പേടിക്കണം? ഏത് കണിയാനെ ഭയക്കണം? ഏത് ജ്യോത്സ്യനെ പേടിക്കണം?
ഒന്നും വേണ്ടതില്ല, അള്ളാനെ മാത്രം ഭയന്നാൽ മതി. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, അള്ളാഹ് പറഞ്ഞതാണ്. നിങ്ങൾ അവരെ ഒന്നും പേടിക്കേണ്ട. വഖ്ശൗനി, എന്നെ ഭയപ്പെടുക, എൻ്റെ കൽപ്പനകളെ നിങ്ങൾ ഭയപ്പെടുക, എൻ്റെ സ്ഥാനത്തെ നിങ്ങൾ ഭയപ്പെടുക എന്ന് അള്ളാഹ് പറഞ്ഞു. വേറെ ഒരു മഖ്ലൂക്കിനെയും ദുനിയാവിൽ പേടിക്കേണ്ടതില്ല. പക്ഷേ എന്താണ്, ഈ ഈമാൻ പൂർണ്ണമാകാത്ത ആളുകളാണ് ഈ ആടിക്കളിക്കുന്നത്. ഈമാൻ ഉറച്ച ഹൃദയങ്ങൾക്കൊന്നും ഇതൊന്നും ഒട്ടും ബാധിക്കുകയില്ല. ഒരുവിധ ഭയവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അവർ വെച്ച കാലം മുന്നോട്ട് തന്നെയായിരിക്കും, ഒരു പിന്നോട്ടുമില്ല. ഇവിടെ ഒരു പൂച്ച വട്ടം ചാടിയാലും അത് ഒരു കറുത്ത പൂച്ചയാണെങ്കിൽ മനസ്സ് കിടന്ന് പിടയ്ക്കുന്നു, മനസ്സ് പിടയുന്നു. ഒരു പല്ലി ചിലച്ചാൽ മനസ്സ് പിടക്കുന്നു. രാവിലെ കട തുറന്നു, ആരെങ്കിലും കടം വന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം പോയി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. രാവിലെ കട തുറന്ന ഒരാൾ, അയാളെ കാശില്ലായിരുന്നു, അല്ലെങ്കിൽ എടുക്കാൻ മറന്നതായിരിക്കും, പോക്കറ്റ് മാറിപ്പോയി, ഷർട്ട് മാറിപ്പോയി, അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞുകൊണ്ട് തരാം എന്നോ അയാൾക്ക് സംഭവിച്ചു പോയതല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, കടം കൊടുത്താൽ പിന്നെ എന്തില്ല, അന്നത്തെ ദിവസം മുഴുവനും കടമായി പോകും എന്ന വിശ്വാസം. സഹോദരങ്ങളെ, ഇതൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല. ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് പറയുകയാണ്, നഹ്സ് നോക്കൽ, ദുശകുനം നോക്കൽ എന്ന് പറയുന്നത് ജൂതന്മാരുടെ സുന്നത്തുൽ യഹൂദ്, അത് ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ഈ പലസ്തീനുകളെ കൊന്നു തള്ളുന്ന ഈ ജൂതന്മാരുണ്ടല്ലോ, അവരുടെ പിന്നെ അത് വാങ്ങരുത്, ഇത് വാങ്ങരുത്, ആ മിഠായി വാങ്ങരുത്, അത് പിന്നെ ഇസ്രായേലിന്റെ മിഠായിയാണ്. പക്ഷെ ഏറ്റവും അധികം നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ഇത്തരം വിശ്വാസങ്ങളാണ്. ഈ വിശ്വാസം ഇതാണ് ആദ്യം വർജിക്കേണ്ടത്. ആദ്യം ഈ ഉമ്മത്ത്, ഈ മുസ്ലിമിന്റെ കാര്യത്തിൽപ്പെട്ടതല്ല, സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ മാർഗത്തിൽപ്പെട്ടതല്ല ഈ ശകുനം നോക്കൽ. അത് ജൂതന്റെ വിശ്വാസമാണ് എന്ന് കൃത്യമായിട്ട് ഷാഫി പണ്ഡിതന്മാർ, ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഉള്ളവർ ഷാഫി മദ്ഹബിന്റെ അനുയായികളാണല്ലോ. പക്ഷെ അവരുടെ കലണ്ടറിലാണ് ഇതൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ളത്. അവരാണിത്, അത്തരത്തിലുള്ള ആളുകളാണ് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ സഹോദരങ്ങളെ, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, മുഹറം പവിത്രമായ മാസമാണ്. എല്ലാം തുടങ്ങാനുള്ള, പുണ്യങ്ങൾ നേടാനുള്ള ഒരവസരമായി കൊണ്ടാണ്, വളരെ പവിത്രമായ മാസമായിട്ടാണ് ഖുർആനും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈമാൻ പരിപൂർണമായി നമ്മൾ ഈമാനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകാതെ നമ്മൾ യഥാർത്ഥ മാർഗത്തിൽ, അള്ളാഹും റസൂലും പഠിപ്പിച്ച മാർഗത്തിൽ നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ജുമാ തുടങ്ങുന്നതിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും വളരെ നേരത്തെ പള്ളിയിൽ വന്ന് പിന്നെ സൂറത്തുൽ കഹ്ഫൊക്കെ ഓതാനൊക്കെ അവസരം. അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് നേരത്തെ വന്നാൽ നിങ്ങൾക്ക് ആ പുണ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഹദീസിലൊക്കെ പറയുന്നത്, പിന്നെ ഖതീബു സലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴുള്ള ആളുകളുടെ വിവരമാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ മലക്ക് എത്തിക്കുക എന്നുള്ളത്. അവിടെ ആ സമയത്ത് ഹാജറുള്ളവർക്ക് എന്താണ്, അവർക്കാണ് ഹാജർ കിട്ടുക. അവിടെ ഹാജറെടുക്കും, മലക്ക് ഹാജറെടുക്കും, ഹാജർ വിളിക്കും. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർ ഹാജർ വിളിക്കുന്നത് പോലെ മലക്കുകൾ ഹാജർ നോക്കും. അപ്പോൾ ആ സമയത്തുള്ളവരുടെ
പേര് വിവരങ്ങളായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക. പിന്നെ ഉള്ളത് അപ്പോൾ അത് നഷ്ടപ്പെട്ടു. പിന്നെ ഈ കേട്ടിരിക്കുന്നതിൻ്റെ നിസ്കാരത്തിൻ്റെയും ഒക്കെ കൂലിയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നേടുവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് കുറച്ച് നേരത്തെ എത്തണം, എല്ലാവരും ഇച്ചിരി നേരത്തെ എത്തണം. ഞാൻ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഈ ഫ്രണ്ടിൽ 4-5 പേരിങ്ങനെ ഇരിപ്പുണ്ട് ഈ ജുമാ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ജോലിയുള്ളവരുണ്ട്, പലവിധ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരൊക്കെയാണ് നമ്മളെല്ലാവരും. ഞാനും കുറേ ദൂരെന്നാണ് വരുന്നത്. വളരെ സമയം കണക്കാക്കി ശ്രദ്ധിച്ച് വരികയാണ്. എന്തെങ്കിലും ഒരു ബ്ലോക്ക് വരുമ്പം മനസ്സിടിക്കില്ല. ഇപ്പം ഈ പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പം ഒരു തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ബസ് പോയി ഈ ഒരു തൂണിലിടിച്ചിട്ട് വട്ടം നിൽക്കുക. ഇങ്ങോട്ടെത്താം. അപ്പോൾ പെരുന്നാൾ നിസ്കാരമാണ്, അപ്പോൾ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ നോക്കിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു രക്ഷയില്ല. ഇത് ഇടയപ്പെട്ട് പോയിരിക്കുക. പിന്നെ ഞാൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്ത് വന്ന് അങ്ങനെ കയറി വരികയാണ്. അത് പടച്ചവൻ്റെ ഒരു തൗഫീക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, നഷ്ടപ്പെടുത്തരുത്. ജുമായുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. നമ്മളിങ്ങനെ ആരെ ബോധിപ്പിക്കാനാ? ഇത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ്, നമ്മളെ സൃഷ്ടാവിന് വേണ്ടിയാണ്. അവൻ്റെ വിളിക്കുത്തരം ആണ് നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗം നൽകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ടും അതേപോലെയുള്ള പ്രയാസങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന നമ്മുടെ ധാരാളക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാവർക്കും അള്ളാഹു ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പലസ്തീനികളുടെ ആ പ്രയാസങ്ങൾ എന്നേക്കുമായി അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ ആളുകൾക്ക്, അവരിലെ കുഞ്ഞുങ്ങൾക്ക്, സ്ത്രീകൾക്ക്, അവർ പ്രായം ചെന്ന ആളുകൾക്ക് എല്ലാവർക്കും രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന നമ്മുടെ ധാരാളം സഹോദരന്മാർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في فلسطين. اللهم انصر المسلمين في فلسطين. اللهم ارحمنا يا أرحم الراحمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.